ആ എഡ്യൂക്കേഷൻ സിസ്റ്റം ഏറ്റവും കൊള്ളാവുന്നൊരു എഡ്യൂക്കേഷൻ, അതായത് ഒരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുക, അതിനെ പകർത്തിയെടുക്കുക. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയതും അംബേദ്കർ ഒറ്റയ്ക്കിരുന്നങ്ങ് എഴുതുമല്ല, അവർ പലയിടത്തു നിന്നും റെഫർ ചെയ്തിട്ടുണ്ട്, പല രാജ്യങ്ങളുടെ നല്ലതെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിനകത്ത് എന്താ അതെടുക്കാത്ത, അവർ പിന്നീടൊന്നും അനങ്ങണ്ടേ, പിന്നെ ഒരു മാറ്റവും ഇല്ല. എനിക്ക് പറയാനുള്ളത് 3 സിലബസ് പാടില്ല, ഒറ്റ സിലബസിൽ എല്ലാവരെയും ഒരുപോലെ കൺസിഡർ ചെയ്യണം. ആ കൺസിഡറേഷൻ ആ സ്കൂളിൽ തുടങ്ങിയില്ലെങ്കിൽ മുന്നോട്ട് വരുമ്പോൾ എല്ലാവർക്കും ആ 3 തട്ടും വേർതിരിവും എല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ജാതി മതം വേർതിരിവൊന്നും അത്ര വലിയ ബാധകമാകത്തില്ല, പക്ഷേ എല്ലാവർക്കും ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ സിവിക് സെൻസ് ഇല്ല ആളുകൾക്ക്, അവർക്ക് ബിഹേവിയർ ശരിയാവുന്നില്ല, പലരും ഇവിടെ എന്താ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അതിൻ്റെ കോർ റീസൺ ഇതാണ്, എഡ്യൂക്കേഷനിനകത്തുള്ള ഈ വേർതിരിവാണ്. ഓക്കെ, കഞ്ഞി കൊടുക്കുന്നുണ്ട്, പയർ കൊടുക്കുന്നുണ്ട്, അതൊക്കെ കൊടുത്തോളൂ, പറമ്പിലിരുന്ന് വേണമെങ്കിലും പഠിച്ചോട്ടെ, പക്ഷേ സിലബസ് മാറ്റരുത്. അവർ ആരായിരിക്കും ഇതിനകത്ത് ഏറ്റവും മുന്നോട്ട് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പ്രാവശ്യം വേടൻ പറയുന്നത് കേട്ടു, അയാളുടെ കാസ്റ്റിലുള്ളവർക്ക് ബുദ്ധി കുറവാണെന്ന്, ജനറ്റിക്കലി ബുദ്ധി കുറവാണെന്നൊക്കെ അവൻ ധരിച്ചു വെച്ചിരിക്കുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതാണ്. ഒരിക്കലും അത് ഒരു മനുഷ്യനും ബുദ്ധി കുറഞ്ഞവരായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. അവർക്ക് കിട്ടുന്ന ട്രെയിനിങ് അവരുടെ പല സാഹചര്യത്തിൽ വളരുന്നവരായിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് IQ ലെവൽ കൂടുന്നുണ്ടെങ്കിൽ കൂടുതലുണ്ടോ കുറവുണ്ടോ അതൊന്നും അല്ല പ്രശ്നം, പക്ഷേ നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടെ വന്നാൽ ആരൊക്കെ എവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനെ തടയുന്നുണ്ട് ഈ സിസ്റ്റം. ജനാധിപത്യത്തിൽ ഇക്വാളിറ്റി ഏറ്റവും പോസിബിളായിട്ടുള്ള സിസ്റ്റമാണ് ട്രാൻസ്പെറൻസി. അതായത് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ, പൊതുജനം മുഴുവനും ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് അത്രയും ഇക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു സിസ്റ്റം ഇല്ല. അല്ല, നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോ, അങ്ങനെ ഒരു സിസ്റ്റമാണ് വേണ്ടത്. എല്ലായിടത്തും ഇക്വാളിറ്റി, എല്ലാ സ്ഥലത്തും, എല്ലാ രീതിയിലും ഈക്വൽ പാർട്ടിസിപ്പേഷൻ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകും. എല്ലാവരുടെയും അഭിപ്രായത്തിന് വിലയുണ്ട്, പലർക്കും പല കാര്യങ്ങൾക്കും പ്രതിഷേധിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ തിരുത്തണമെന്നുണ്ട്. അതെവിടെ പോയി ആരോട് തിരുത്താൻ? പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനോട് എന്താണ്? പ്രതിഷേധങ്ങളെ ഒന്നും പ്രതിഷേധമല്ല ഇനി നടക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ സെറ്റപ്പിനകത്ത് പ്രതിഷേധിക്കേണ്ടി വരുന്നില്ല, കാരണം അഭിപ്രായങ്ങൾ എടുക്കുക ചെയ്യുന്നത്. എന്തിനും ഇതിനേക്കാൾ ബെറ്ററായിട്ട് ഇപ്പം നമ്മൾ പറയുന്ന കാര്യത്തിനകത്ത് അങ്ങനെ എനിക്കായിട്ടൊരു സാധനം ഇല്ല ഇവിടെ. ഈ കാണിക്കുന്ന കണ്ടാൽ ഓർക്കും ഞാൻ നാളെ ഇവിടെ ഞാണ്ട് ചെയ്യാം, അല്ലെ എനിക്ക് എന്തോ പ്രത്യേക പവർ വരുന്നുണ്ടെന്നുള്ളൊരു ധാരണയുണ്ട്. ആ പവർ എൻ്റെ അല്ല ശരിക്കും, അത് ഈ പറഞ്ഞ കൂട്ടായ്മയിൽ ഒന്നിച്ച് നിന്ന് ചെയ്യേണ്ട പവറാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇത് നടക്കുമെന്ന് ചോദിക്കും. ഇത് നടക്കാതെ പിന്നെ എവിടെ പോകാൻ? എന്നെ ആളുകൾ സപ്പോർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഇത്രയും പേര് ഒന്നിച്ചൊരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ നടത്താതിരിക്കാൻ ആർക്കാ പറ്റുന്നത്? അങ്ങനെയൊക്കെ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അതാണ് ജനാധിപത്യം. ഇക്വാളിറ്റിയും വേണം. ഇപ്പോൾ താങ്കൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് പ്രതികരണം? എവിടുന്നേലും ആരെങ്കിലും ഒക്കെ വിളിക്കുകയോ ചെയ്തോ? എന്താണ്? എനിക്കിപ്പോൾ എന്നെ അറിയാവുന്നവർക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു. നീ പറയുന്നതൊക്കെ ശരിയാണ്, ഇത് നടന്നു കിട്ടുന്നത് നല്ലതാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പലരും പല നാട്ടിലല്ലേ, ഇവിടെ തിരുവല്ലയിലുള്ളവർ കുറച്ച് പേര് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും അറിഞ്ഞു എന്ന് ചോദിച്ചാൽ എല്ലാവരും അറിഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ പ്രചരണത്തിനുള്ള ഇല്ല, താങ്കൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് അറിയുന്നുണ്ട് ആളുകൾ. ഞാൻ പറഞ്ഞ വേറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനൊരു ആശയം വരുമ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുക. ഞാൻ ഈ പറയുന്ന ട്രാൻസ്പെറൻസ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കിത് പ്രത്യേകം ചെന്ന് പറയുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രകടനം നടത്തുക എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ ഒരു കൺസെപ്റ്റിൽ അത് ശരിയല്ല. മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഇത് കേട്ടറിഞ്ഞ ഒരാൾ അത് അടുത്ത ആളോട് പറയേണ്ട ആവശ്യമുള്ളതായിട്ടാണ് തോന്നുന്നുണ്ട്. എനിക്കങ്ങനെയാണ് തോന്നിയേക്കുന്നത്. കാരണം ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടോ എൻ്റെ മുടി വളർന്നതോ എൻ്റെ താടി വളർന്നതോ ആ ഒരു പ്രശ്നമല്ല. ഞാൻ എത്രക്കാരനായാലും നിനക്കൊരു ഐഫോൺ മേടിച്ച് തരുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണോ, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലാതെ ഈ തന്ന ആൾക്ക് അയാൾ ഏത് ജാതിയോ മതമാണെന്ന് നോക്കേണ്ട കാര്യമില്ല, അയാളുടെ കയ്യിൽ ചെളിയുണ്ടോ കറയുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല. അത് ഉപയോഗിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ, ഉപയോഗിക്കാൻ നല്ലൊരു സാധനം തരുന്ന ഒരാളെ ഞാൻ തരുന്ന അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഈ വ്യക്തിയായിട്ടൊന്നും ചെയ്യുന്നില്ല. ഞാനൊരു സിസ്റ്റമാണ് മുന്നോട്ട് വെച്ചേക്കുന്നത്. മനസ്സിലായോ? ആ സിസ്റ്റത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യന് മറ്റൊരോട് പറയണം, അല്ലെ ഇത് അറിയിക്കണം. അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം ട്രാൻസ്പെറൻസിയിൽ അതാ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പാർട്ടിസിപ്പേഷൻ ആൾക്കാർ എടുത്താൽ മാത്രമേ ഇത് വിജയിക്കുന്നുള്ളൂ. അതിനകത്ത് ഇപ്പോഴേ ഉത്തരവാദിത്വമുണ്ട്. അതിന് നാളെ ഇത് ആക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഉത്തരവാദിത്വമല്ലേ. അത് ഞാൻ നടന്ന് എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സംഭവം അല്ല. അത് ചിഹ്നമാണ്, ഇലക്ഷനാണ്, ബലൂൺ. അത് തെരഞ്ഞെടുത്തതാണ്. സെലക്ട് ചെയ്യാനുണ്ടായ കാരണം വെച്ചാൽ ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ബലൂൺ തന്നെയാണ്. അത് ഈ ഒരു ഷോർട്ട് ലീവ് സാധനമാണ് ബലൂൺ. ഒന്ന് കാറ്റധികം ഊതിയാലും പൊട്ടും, അത് കുത്തിയാലും പൊട്ടും. ഇനി അത് ആരും പൊട്ടിച്ചില്ലെങ്കിലും 2 ദിവസം കഴിയുമ്പോൾ എവിടെയോ നമ്മൾ കാണാതെ പോയിട്ടേ ഉള്ളൂ. നമ്മളാരും വീർപ്പിച്ചിട്ട് ഒരു ബലൂൺ പൊട്ടിയില്ലെങ്കിലും അത് കുറച്ചാൾ കഴിയുമ്പോൾ കാണാതായിട്ടുണ്ട്. അതുപോലത്തെ ഒരു നിസ്സാരമായിട്ടൊരു സാധനമാണ് ഈ ഇലക്ഷൻ. ഈ ഇലക്ഷൻ ഇത് അത്രയും സമയത്തേക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ ആ ഒരു പ്രസക്തി ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ബലൂൺ ഒന്നെങ്കിൽ കുത്തി പൊട്ടിക്കാം, ബലൂണെ ചെന്ന് കുത്തി അത് പൊട്ടിക്കരുത്. അതും അല്ലെങ്കിൽ ഈ ബലൂൺ ചുങ്ങി അത് ഒരു സൈഡിൽ കൂടെ അങ്ങ് പൊക്കോളും.
അതോടെ തീർന്നു. പിന്നെ പക്ഷെ എൻ്റെ മറ്റു കാര്യങ്ങൾ അവിടെ നിർത്തുന്നില്ല. ഇനി അടുത്ത പ്രാവശ്യം ഈ ബലൂൺ വരും. ആയിരിക്കത്തില്ല, വേറെ എന്ത് ചെയ്യുന്നതാണ് നമുക്ക് ചെയ്യാൻ. ആദ്യമായിട്ടാണോ ഇലക്ഷനെ നേരിടുന്നത്? അല്ല, പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇലക്ഷന് പങ്കെടുക്കുന്നത് എന്തിനാണേലും. പിന്നെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒരാൾ ഇലക്ഷന് പങ്കെടുക്കുന്നത്. അതെ, സോഷ്യൽ മീഡിയയിൽ യൂട്യൂബർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ആരും അങ്ങനെ വന്നിട്ടില്ല. ഫുക്കൂർ മത്സരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്, എനിക്കറിയത്തില്ല, ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ. അതുപോലെ അജുവിൻ്റെ ഒരു കാര്യത്തിലോട്ട് വരുമ്പോൾ എനിക്കൊന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽ ചെന്നുപെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു വിവാദങ്ങളിൽ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ ഇലക്ഷനിലോട്ട് വന്നപ്പോൾ? എൻ്റെ ഈ അതിലൊന്നും ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഇപ്പം ഞാൻ എന്ത് ചെയ്തു എന്നുള്ള ഒരു പ്രശ്നമല്ല. ഞാനിപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകണം. ഞാൻ ഇതിനകത്ത് ആ പറഞ്ഞ വ്യക്തിക്ക് പ്രസക്തിയില്ല, മനസ്സിലാകുന്നുണ്ടോ? ഞാനെന്ന വ്യക്തിക്ക് എന്ത് പ്രസക്തിയാണ്? ഐഫോൺ കൊടുക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്നത്, അയാൾക്കത് എടുത്ത് ഉപയോഗിച്ചാൽ പോരെ എന്ന് പറയുന്ന പോലത്തെ ഒരു സിസ്റ്റമാണ് പറയുന്നത്. അല്ലാതെ ഞാനൊരിക്കലും ഞാനായിട്ട് എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, ഞാനിവിടെ വന്ന് ഇതങ്ങ് പൊക്കി മലത്തും എന്നൊന്നും അല്ല പറയുന്നത്. അവിടെ ആ വ്യക്തിക്ക് പ്രസക്തിയേ ഇല്ല. അത് തുടക്കത്തിലും ഇല്ല, ഒരിക്കലും ഇല്ല, ഒരു പ്രസക്തിയില്ല. അങ്ങനത്തെ വ്യക്തികൾക്കല്ല ഇവിടെ പ്രസക്തി കൊടുക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ പ്രസക്തി കൊടുക്കേണ്ടത് ആ സിസ്റ്റമാണ്, മനസ്സിലായില്ലേ? എന്താണോ ആപ്ലിക്കേഷൻ അതിനെ മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ സൊമാറ്റോ ഉപയോഗിക്കുമ്പോൾ അത് ഉണ്ടാക്കിയ ആരാന്ന് ശരിക്കും ആർക്കും അറിയത്തില്ല, മനസ്സിലായോ? പക്ഷെ അത് ഉപയോഗിക്കാൻ നല്ലതല്ലേ? അല്ലല്ലോ യൂബർ അങ്ങോട്ട് നിൽക്കുമ്പോൾ ഇത് ഉണ്ടാക്കിയ ആൾ അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതൊക്കെ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ കണ്ടാൽ മതി ഇതിനെ. ഈ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നത്? ഒരിക്കലും ഇല്ല, ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഒരു തരത്തിൽ എന്നോട് വേറെ ആൾ വന്ന് സംസാരിക്കുകയോ, എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് മറ്റു പാർട്ടിക്കാർ കണ്ടപ്പോഴും എല്ലാവരും ഇടപെടുന്നത്. അത് BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, അല്ലാതെ സ്വതന്ത്രർ, വേറെ ഏതൊക്കെയോ പാർട്ടികൾ എല്ലാവരും വന്ന് കണ്ട് നല്ലപോലെ സംസാരിച്ച് ഇടപെട്ട് പോകുന്നതായിട്ടേ കണ്ടിട്ടുള്ളൂ. ഒരു ഭീഷണിയോ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളോ ഒരു സൗഹൃദപരമായിട്ട് പോലും നടത്തിയിട്ടില്ല. ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ആർക്കും മത്സരിക്കാം, എല്ലാവരും അവരുടെ കാര്യങ്ങൾ കൊണ്ടുവരും പറയും. ഈ സോഷ്യൽ മീഡിയ കൂട്ടായ്മകളിലുള്ള മറ്റു സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് എന്താണ് ഇലക്ഷനിൽ പങ്കെടുക്കുന്നതെപ്പോഴുള്ള സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ എന്ന് പറയുന്നവർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നോട് താല്പര്യമില്ലാത്തവർ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. അവർക്ക് എന്തിനോടാണ് എതിർപ്പെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു അതുകൊണ്ടായിരിക്കും. ഈ പറഞ്ഞ പലരും പണ്ട് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ പലരും കൊലപാതകം വരെ നടത്തിയവരിവിടെ സ്ഥാനാർത്ഥികളല്ലേ ഭരിക്കുന്നുണ്ട്. ഈ ഇലക്ഷനുമായിട്ട് ബന്ധിച്ച് പ്രവർത്തനങ്ങൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് പോസ്റ്റർ, ബാനർ, അനൗൺസ്മെന്റിനൊന്നും പോസ്റ്ററും ബാനറും താല്പര്യമില്ല. പിന്നെ അനൗൺസ്മെന്റ് താല്പര്യം ഉണ്ടാകുന്നു, പക്ഷേ കാശില്ലാത്തതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. ഞാൻ പറഞ്ഞില്ല, അവിടെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ മറ്റേ ഐഡിയ ഈ പറഞ്ഞ പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട വോട്ടർക്ക് ചെയ്യാവുന്ന കാര്യം അയാൾ ചെയ്താൽ തന്നെ മതി. ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഇന്നേ വരെ കേരളത്തിലൊരു ആള് മത്സരിക്കുന്ന പോട്ടെ, എവിടെയെങ്കിലും നിന്ന് ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടോ കറപ്ഷൻ ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്ന്? അതിനൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പറയാൻ പറ്റാത്തതിൻ്റെ കാരണം അതാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ 5G പോലത്തെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആവണം. അപ്പോൾ അത് അഡ്വാൻസ്ഡ് ടെക്നോളജിയെ കണ്ട് മനസ്സിലാക്കിയിട്ട് അടക്കം വന്ന് നിൽക്കുമ്പോൾ അതിനെ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ആദ്യത്തെ ആളെന്ന നിലയ്ക്ക് ഞാൻ എന്നെ കാണുന്നുള്ളൂ. അത് ആർക്കും ചെയ്യാം, അതെനിക്ക് തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ ഇവിടെ ജയിക്കുന്നവർക്ക് വേണേൽ ചെയ്യാം, ഇനി മത്സരിക്കാൻ വരുന്നവർക്ക് വേണേൽ പറയാം. താങ്കൾക്ക് ആ ഒരു കാര്യത്തിൽ അഭിമാനിക്കാം, അത്രേ ഉള്ളൂ. ഈ ഒരു കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും, കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്പെറൻറ്റ് ഫണ്ട് മാനേജ്മെൻറ്റ് സിസ്റ്റം ചെയ്തേക്കുന്നത് ഞാനാണ്. അല്ല ഒറ്റ ഒരെണ്ണം ചെയ്തിട്ടില്ല, ഞാൻ വേൾഡ് വൈഡ് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ അമേരിക്കയിൽ ഇത് വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട, കാരണം കറപ്ഷനുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ഗുണം ചെയ്യത്തുള്ളൂ. ഇന്ത്യ നല്ലപോലെ കറപ്റ്റഡാണ്. എന്തിനാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ഇവിടുത്തെ ഗവൺമെൻറ് ശരിയല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അറിയോ? ചാരിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് തട്ടിപ്പ് നടത്താൻ പറ്റുന്നു. അതെങ്ങനെ പറ്റുന്നു? അതെങ്ങനെ ഒരുത്തിന് ചെയ്യാൻ പറ്റും? അങ്ങനെ മനുഷ്യരെങ്ങനെ ഉണ്ടാകുന്നു? അത് വിവരാവകാശ കമ്മീഷൻ അതുമായിട്ട് അല്ല, അങ്ങനല്ല. അതിനകത്ത് വേറെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇവരെ പിടിക്കുന്നില്ല, അല്ലെ അതിന് വേണ്ടുന്ന പരിപാടി നടക്കുന്നത്. അതിന് പിടിക്കാൻ നിൽക്കണ്ട. ഞാൻ വലിയ കള്ളനെപ്പിടുത്തം വേണ്ട. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലെ മോഷണം നിൽക്കുന്നത് ക്യാമറ വെക്കുമ്പോഴും ആ സെൻസർ അടിക്കുമ്പോഴും തീരുന്നു. അതിന് മനസ്സിലാവുന്നത് അവിടെ ഉള്ളവരെല്ലാം നന്നായെന്നൊന്നുമല്ല. പലരും ഈ തമാശക്കുള്ള കട്ടെടുക്കൽ നിർത്തി ചുമ്മാ തട്ടിപ്പിക്കുക, ഒരാളെ പറ്റിക്കുക എന്നുള്ള ഉദ്ദേശമൊക്കെ നടക്കുന്നുള്ളതാണ്. അല്ലാതെ ആരും പാവപ്പെട്ടവർ മാത്രമല്ല, ഒരാൾ ആഹാരം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല ഇത് അടിച്ചുകൊണ്ട് പോയത് പലതും. പക്ഷേ അത് നിർത്തുന്നത് തന്നെ അതുകൊണ്ടുള്ള ഗുണം തന്നെ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രശ്നം തീർന്നു. അല്ലെങ്കിൽ ഇത് പോലീസ് അന്വേഷിക്കാൻ നിൽക്കണം. ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടെ വെച്ചത് കിട്ടുന്നില്ല, എല്ലാം ആരും അറിയുന്നില്ല. ഇവിടെ എന്തോ നടന്നു, ഇവൻ എടുത്തുകൊണ്ട് പോയോ മൂക്കിയോ എവിടെയൊക്കെയാണ് നടന്നത് ആർക്കും ഒരു പിടിയില്ല. എന്നാൽ അതങ്ങ് നിർത്തി കഴിഞ്ഞാൽ തീർന്നു. ഇവിടെ CCTV വെക്കുന്ന പോലെ കൺസിഡർ ചെയ്താൽ മതി ഇതിനെ. എല്ലാവരെയും നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും എടുക്കത്തില്ല.